നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ശതതമസർഗഃ 100-ാം സർഗത്തിലെ 21 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 22 തുടങ്ങി 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 22-ാമത്തെ ശ്ലോകം സർഗം 100-ലെ കച്ചിത് സഹസ്രൈ മൂർഖാണാമേകമിച്ഛസി പണ്ഡിതം പണ്ഡിതോ ഹർത്ഥകൃച്ഛ്രേഷു കുര്യാന്നിശ്രേയസം മഹത്. സഹസ്രാണ്യപി മൂർഖാണാം യത്യുപാസ്തേ മഹീപതിഃ അഥവാപ്യയുതാന്യേവ നാസ്തി തേഷു സഹായത. ഏകോപ്യമാത്യോ മേധാവി ശൂരോ ദക്ഷോ വിചക്ഷണഃ രാജാനാം രാജപുത്രം വാ പ്രജയേന്മഹതിം ശ്രിയം. കച്ചിന്മുഖ്യാ മഹൽസ്വേവ മധ്യമേഷു ച മധ്യമാഃ ജഘന്യാച്ഛ ജഘന്യേഷു ഭൃത്യാസ്തേ താതയോചിതാഃ. അമാത്യാനുപധാതീതാൻ പിതുർപൈതാമഹാൻ ശുചീൻ ശ്രേഷ്ഠാൻ ശ്രേഷ്ഠേഷു കച്ചിത്വം നിയോജയസി കർമ്മസു. കച്ചിന്നോഗ്രേണ ദണ്ഡേന ഭൃശമുദ്വേജിതാ പ്രജാഃ രാഷ്ട്രേ തവാവജാനന്തി മന്ത്രണ കൈകേയീസുത. കച്ചിത്വാം നാവജാനന്തി യാജകാപതിതം യഥാ ഉഗ്രപതിഗ്രഹീതാരം കാമയാനമിവ സ്ത്രിയഃ. ഉപായകുശലം വൈദ്യം ഭൃത്യസംഭൂഷണേ രതം ശൂരമൈശ്വര്യകാമം ച യോ ഹന്തി ന സഹന്യതേ. കച്ചിദ്ധൃഷ്ടച്ഛ ശൂരച്ഛ ധൃതിമാൻ മതിമാൻ ശുചിഃ കുലീനച്ഛാനുരക്തച്ഛ ദക്ഷസേനാപതികൃതഃ. ബലവന്തച്ഛ കച്ചിത്തേ മുഖ്യാ യുദ്ധവിശാരദാഃ ദൃഷ്ടാപദാനാ വിക്രാന്ത സ്വയാ സത്കൃത്യമാനിതാഃ. കച്ചിത് ബലസ്യ ഭക്തം ച വേദനം ച യഥോചിതം സംപ്രാപ്തകാലം ദാതവ്യം ദദാസി ന വിളംബസേ. 21 തുടങ്ങി 32 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് ചിന്തിക്കാം. ശ്ലോകം 22. കച്ചിത് സഹസ്രൈ മൂർഖാണാം ഏകമിച്ഛസി പണ്ഡിതം പണ്ഡിതോ ഹർത്ഥകൃത്രേഷു കുര്യാന്ശ്രേയസം മഹത്. ഭരതനെയും ശത്രുഘ്നെയും കണ്ടപ്പോൾ ശ്രീരാമൻ
രാജ്യത്തിലെ വിശേഷങ്ങളെല്ലാം വാ തോരാതെ ചോദിക്കുകയാണ്. ഒരു നിർത്തില്ലാതെ ഒന്നൊന്നായി ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് അപാകത തോന്നുമെങ്കിലും ഇനിയും ശ്രീരാമന് രാജ്യകാര്യങ്ങളെപ്പറ്റി ഭരതന് ഉപദേശം കൊടുക്കാനും കാര്യങ്ങൾ അറിയാനും സമയം കിട്ടിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ ശ്രീരാമൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും ആ ചോദ്യങ്ങൾ കേട്ടാൽ. ഇനി ഇതൊന്നും കേൾക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലോ, എന്തെങ്കിലും ദുഃഖവാർത്തയാണോ കേൾക്കുന്നത്, അപ്പോൾ പിന്നെ ഈ രാജ്യഭരണത്തെ പറ്റിയൊക്കെ ഒരു ഉപദേശം ഭരതന് കൊടുക്കാൻ എനിക്കിനി സമയം കിട്ടുകയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാണോ ഇങ്ങനെ തുടരെ രാജ്യഭരണത്തെ പറ്റിയുള്ള ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ശ്ലോകം 22 അർത്ഥം: 1000 ബുദ്ധിശൂന്യന്മാരെക്കാൾ ഒരു പണ്ഡിതനെ കൈക്കൊള്ളുകയാണല്ലോ പതിവ്. കഴിവുള്ള കാര്യങ്ങളിൽ പണ്ഡിതനാണ് മഹത്തായ നേട്ടം ഉണ്ടാക്കുക. എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് രാജ്യത്തിൽ രാജാവായി കഴിഞ്ഞാൽ എന്നുള്ളത് പിന്നെയും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 23: സഹസ്രാണ്യഭിമൂർഖാണാം യത്യുപാസ്തേ ബഹീപതിഃ അഥവാപ്യയുധാന്യേവ നാസ്തി തേഷു സഹായത. ബുദ്ധിശൂന്യന്മാർ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ഉണ്ടായാലും വേണ്ടുന്ന തുണയാവില്ല. ശ്ലോകം 24: ഏകോപ്യമാത്യോ മേധാവി ശൂരോ ദക്ഷോ വിചക്ഷണഃ രാജാനാം രാജപുത്രം വാ പ്രജയേന്മഹതിം ശ്രിയം. ശ്ലോകം 24 അർത്ഥം: മേധാവിയായ, അതായത് ബുദ്ധിയുള്ള, ശൂരനായ, ദക്ഷനായ, വിചക്ഷണനായ ഒരൊറ്റ അമാത്യൻ മതി രാജാവിനും യുവരാജാവിനും വളരെ വലിയ ശ്രീ കൈവരുത്തുവാൻ വേണ്ടി. ശ്ലോകം 25: കച്ചിൻ മുഖ്യാ മഹൽസ്വേവ മധ്യമേഷു ച മധ്യമാ ജഘന്യാച്ച ജഘന്യേഷു ഭൃത്യാസ്തേ താതയോജിതാഃ. ഭവാന്റെ സേവകന്മാരിൽ മുഖ്യന്മാർ മഹത്തായ കാര്യങ്ങളിലും മധ്യമന്മാർ മധ്യമമായ കാര്യങ്ങളിലും സാമാന്യരായുള്ളവർ സാമാന്യ കൃത്യങ്ങളിലും നിയുക്തരായിട്ടുണ്ടല്ലോ. അതായത് ഓരോന്നിനും യോജിച്ച മുഖ്യന്മാരെ തന്നെയാണല്ലോ ഓരോരോ കർമ്മങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. ശ്ലോകം 26: അമാത്യാനുപധാതീതാൻ പിതൃപൈതാമഹാൻ ശുചീൻ ശ്രേഷ്ഠാൻ ശ്രേഷ്ഠേഷു കച്ചിത്വം നിയോജയസി കർമ്മസു. പരിശോധിച്ചറിഞ്ഞ് സംശയാതീതരായി ബോധ്യപ്പെട്ടവരും മഹത്തായ പാരമ്പര്യമുള്ള നല്ലവരുമായ ശ്രേഷ്ഠന്മാരെ തന്നെ കർത്തവ്യങ്ങളിൽ നിയോഗിച്ചിട്ടില്ലേ. ശ്ലോകം 27: കച്ചിന്നോഗ്രേണ ദണ്ഡേന ഭൃശമുദ്വേജിതാ പ്രജാഃ രാഷ്ട്രേ തവാവജാനന്തി മന്ത്രിണ കൈകേയീസുത. ഉഗ്രദണ്ഡനങ്ങൾ കൊണ്ട് ഉദ്വേഗം പൂണ്ടവരായി ഭവാന്റെ പ്രജകൾ മന്ത്രികളെപ്പറ്റി പരാതിപ്പെടാറില്ലല്ലോ. ശ്ലോകം 28: കച്ചിത്വാം നാവജാനന്തി യാചകാപതിതം യഥാ ഉഗ്രപതിഗ്രഹീതാരം കാമയാനമിവ സ്ത്രീയഃ. യാചകന്മാർ, അതായത് ഋത്തുക്കുകൾ, പതിതനെ എന്ന പോലെയും സ്ത്രീകൾ കാമാതുരരെ എന്ന പോലെയും ഉഗ്രമായി പിടിച്ചെടുക്കുന്നവനായി ആരും ഭവാനെ അവമതിക്കുന്നില്ലല്ലോ, ആരും ഭവാനെ വിലമതിക്കാതിരിക്കുന്നില്ലല്ലോ. ശ്ലോകം 29: ഉപായകുശലം വൈദ്യം ഭൃത്യസംഭൂഷണേ രതം ശൂരമൈശ്വര്യകാമം ച യോഹന്തി ന സഹന്യതേ. തന്ത്രങ്ങൾ മെനയുന്നതിൽ നിപുണനും പ്രജകളെ കഷ്ടപ്പെടുത്തുന്നതിൽ തൽപരനും ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്നവനുമായ എന്തിനും മടിക്കാത്ത ശൂരനെ നശിപ്പിക്കാത്തവനായ രാജാവ്
എപ്പോഴും നശിപ്പിക്കപ്പെടും. ശ്ലോകം 30. കച്ചിദ്ധൃഷ്ടച്ഛൂരച്ഛ ധൃതിമാൻ മതിമാൻ ശുചിഃ കുലീനച്ഛാനുരക്തച്ഛ ദക്ഷസേനാപതികൃതഃ. സംതൃപ്തനും ശൂരനും ധീരനും ബുദ്ധിമാനും കളങ്കമറ്റവനും കുലീനനും കൂറുള്ളവനുമായവനെ തന്നെയല്ലേ സേനാപതിയായി നിയമിച്ചിരിക്കുന്നത്. ശ്ലോകം 31. ബലവന്തച്ഛ കച്ഛിത്തെ മുഖ്യായുദ്ധവിശാരദാഃ ദൃഷ്ട്വാപദാന വിക്രാന്ത സ്വയാ സത്കൃത്യമാനിതാഃ. ശ്ലോകം 31 അർത്ഥം: ബലവാന്മാർ, യുദ്ധവിശാരദന്മാർ, യോഗ്യത തെളിഞ്ഞവർ, വിക്രമശീലർ എന്നിങ്ങനെയുള്ള മുഖ്യന്മാരെ ഭവാൻ നന്നായി ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. ശ്ലോകം 32. കച്ചിത് ബലസ്യ ഭക്തം ച വേദനം ച യഥോചിതം സംപ്രാപ്തകാലം ദാതവ്യം ദദാസിന വിളംബസേ. ശ്ലോകം 32 അർത്ഥം: സൈന്യത്തിന് ഭക്ഷണം, ശമ്പളം എന്നിവ യഥാകാലം കൊടുക്കേണ്ടത് കൊടുത്തു വരുന്നില്ലേ, ഒന്നിനും മുടക്കം വരുത്തുന്നില്ലല്ലോ, അത് ഒരിക്കലും വൈകിക്കുന്നുമില്ലല്ലോ. 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.